نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم نون والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإنك لأجرا غير ممنون وإنك لعلى خلق عظيم صدق الله സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ഒരു മുത്തഖിയും മുഅ്മിനും മുഹ്സിനുമായി ജീവിച്ച് സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അള്ളാഹു തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് നൽകിയ അതിമഹത്തായ ഒരു സമ്മാനമാണ് അള്ളാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം എന്നത് പൂർണ്ണതയുള്ള ജീവിതമാണ്. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു ന്യൂനതയുണ്ടാവും, എവിടെയെങ്കിലും ഒരു കുറവുണ്ടാവും. ഒരു കുറവുമില്ലാത്തൊരു മനുഷ്യനും ലോകത്തുണ്ടാവില്ല. അത് രഹസ്യത്തിലോ പരസ്യത്തിലോ അല്ലെ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന്. അള്ളാഹുവിന്റെ റസൂലിന് ഇത് കാണൂല. കാരണം അള്ളാഹുവാണ് ആ റസൂലിനെ തെരഞ്ഞെടുത്തത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ വെറും പ്രസംഗിച്ച് പോവുകയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഓരോ കൽപ്പനകളും
നമുക്ക് ജീവിച്ച് കാണിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം കൊണ്ടാണ് ഈ റസൂലിനെ നമ്മൾ ഒപ്പിയെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, റസൂലും നമ്മളും തമ്മിലുള്ള ബന്ധം അത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാലവുമായി മാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കാതെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ ജീവിതം അങ്ങനെയാണ്. കാരണം അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഞാൻ എന്താണോ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ആദർശവുമായി പൊരുത്തപ്പെടുന്നതായിരിക്കണം നമ്മുടെ ഹവ. ആ ആദർശത്തെ പിന്തുടരുന്നതായിരിക്കണം നമ്മുടെ ഹവ. അങ്ങനെ ഒരു രംഗം വരാത്തിടത്തോളം കാലം നമ്മൾ മുഅ്മിനാവൂല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ സൂറത്തുൽ ഖലമിൽ ആയത്താണ് ഓതി വെച്ചത്. ഈ ആയത്തിന്റെ താല്പര്യം എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു എന്നത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നമുക്ക് എന്ത് ചെയ്യണം? ജീവിതത്തിലൂടെ ഓരോന്നോരോന്നായി ഓർത്തെടുക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതിന്റെ അനുഭവമാണ് നാം പ്രകടിപ്പിക്കുന്ന സ്വഭാവങ്ങൾ. ഇസ്ലാം മറ്റൊരാൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ സ്വഭാവങ്ങളിലൂടെയാണ്. മറ്റുള്ളവർ നമ്മെ അനുഭവിച്ചറിയുക പ്രധാനമായും നമ്മുടെ സ്വഭാവത്തിലൂടെയാണല്ലോ. അത് ഏറ്റവും നല്ല അനുഭവമാവണം. കാരണം അൽ ഈമാനു ഫിൽ ഖൽബി വൽ ഇസ്ലാമു അലാനിയ. ഖൽബിലാണ് ഈമാൻ. ഇസ്ലാം എവിടെയാണ്? ഇസ്ലാം പുറത്താണ്. നമ്മുടെ ജീവിതത്തിലൂടെ പുറത്ത് കാണുന്നതാണ് ഇസ്ലാം. ആ ഇസ്ലാമിന് ശക്തി കൊടുക്കുന്നത് ഏതാ? നമ്മുടെ ഖൽബിലെ ഈമാനാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു പുകഴ്ത്തുന്നത് എങ്ങനെ അറിയാമോ? നൂൻ വൽ ഖലമി വമാ യസ്റുൻ. ഒരു അതിമനോഹരമായൊരു ഒരു പ്രസ്താവന അല്ലാഹു പറഞ്ഞു തരികയാണ്. വൽ ഖലം, പേന തന്നെയാണ് സത്യം. നൂൻ എന്നത് ഒരു കേവലാക്ഷരം, അതിനൊരർത്ഥം ഉണ്ടാവും. പേന തന്നെയാണ് സത്യം. ആ പേന കൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യം. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട്, നിഅമത്ത് കൊണ്ട് നിങ്ങൾ ഒരു ഭ്രാന്തനല്ല തന്നെ. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. അണമുറിയാത്ത, നിലച്ചു പോവാത്ത പ്രതിഫലം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആരാ? വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. ഒരു മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, പേന കൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇത് ഇല്ലാതെ പോകുന്നില്ലല്ലോ ഒരു സെക്കൻഡ് പോലും. പേനയും പേന കൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്ന കാര്യങ്ങളും ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരു ഭ്രാന്തനല്ല എന്ന് ലോകം തെളിയിച്ചുകൊണ്ടിരിക്കും. ഒരു ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ച ഒരാൾ പറഞ്ഞ വാക്കല്ല ഇതൊക്കെ എന്ന് ലോകം തെളിയിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല, നിങ്ങൾ ആരാ? നിങ്ങൾ ഒരു ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ്. മറിച്ചായിരുന്നുവെങ്കിൽ ആരെയും നിങ്ങളുടെ കൂടെ കിട്ടുമായിരുന്നില്ലെന്നും അല്ലാഹു പറയുന്നുണ്ട്. നിങ്ങളൊരു പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരും നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോവയ്യ, ആരും നിങ്ങളുടെ അടുത്തുണ്ടാകുമായിരുന്നില്ല. തന്റെ നിയോഗ ലക്ഷ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തി കാണിച്ചത് സൽ സ്വഭാവത്തിന്റെ സാക്ഷാത്കാരമാണ്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എല്ലാ മഹത്തായ സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടത്. സ്നേഹമുള്ളവരെ, ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഒന്നുകൂടി നമ്മൾ താഴോട്ട് വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന കാലത്ത് മിക്കവാറും വൻ കുറ്റങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്. സർവ്വ തിന്മകളും മലയടിച്ചൊരു സമൂഹമാണ്. നിങ്ങൾ ആ സമൂഹത്തെ ഓർത്തെടുക്കണേ. ഇവർക്കിടയില് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേഗത്തിൽ സ്വാധീനിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന ആ ദിവ്യ സന്ദേശത്തിന്റെ, മഹത്തായ ആദർശത്തിന്റെ, സത്യത്തിന്റെ സ്വാധീനമാണത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വാധീനം.
2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഉന്നതമായ വ്യക്തിത്വമാണ് രണ്ടാമത്തെ സംഗതി. എന്ന് വെച്ചാൽ ആശയാദർശങ്ങളുടെ മേന്മ പോലെ തന്നെ പ്രധാനമാണ് അവയെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ സ്വഭാവവും വ്യക്തിത്വവും. പ്രബോധിതരുടെ മതിപ്പും ആദരവും ആർജിക്കാത്ത പ്രബോധന പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുകയില്ല. ബാക്കി നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്ന് പറഞ്ഞത്. നിങ്ങൾ നോക്ക്, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതമാണ് ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ആദ്യത്തെ മാർഗം. സഹോദരങ്ങളെ, ഒരു അലസതയില്ലാതെ നന്നായി കേൾക്കണം. ഇസ്ലാം എന്തെന്ന് ലോകത്ത് പഠിപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ഏതാണ്? എന്റെയും നിങ്ങളുടെയും ജീവിതമാണ്. ഒരു പ്രദേശത്ത് ഒരു മുസ്ലിം കുടുംബമുണ്ട്, ഒരാളുണ്ട്. അവര് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കിക്കാണുന്ന ആളുകൾക്ക് എന്ത് അനുഭവപ്പെടുന്നു എന്നതാണ് നമ്മളെ മനസ്സിലാക്കുവാനുള്ള ആദ്യ കാരണം. നമ്മൾ ഇസ്ലാം മഹത്തരമാണ്, ഖുർആൻ ഒരു ഭയങ്കര സംഭവമാണ്, സംസ്കാരമുള്ള ആശയമാണ്, ആദർശമാണ് ഇസ്ലാം എന്നൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും മുസ്ലിം സമുദായം എന്നറിയപ്പെടുന്ന നമ്മിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ ഒരു ജീവിതം നമ്മളിൽ കാണുന്നില്ലെങ്കിൽ ഈ നന്മകളൊന്നും ആരും മനസ്സിലാക്കൂല. സത്യല്ലേ? അല്ലേ? കാരണം ഒരു രേഖ കണ്ട് പഠിച്ച് കിതാബ് പഠിച്ചിട്ട് ദീനിലേക്ക് വരുന്ന ആളുകൾ എത്ര ഉണ്ടാവുള്ളൂ? ഒരു 0 ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെ കണ്ടിട്ട് തന്നെ വരണ്ടേ സഹോദരങ്ങളെ. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നോമ്പ് പോറ്റില്ലെങ്കിലും നമ്മൾ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതൊന്നും ചെയ്തില്ല എന്ന് വെക്കുക, ജനത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേ സ്ഥാനത്ത് നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സഹവാസം മോശമായാൽ അതിന്റെ പ്രത്യാഘാതം എല്ലാ മേഖലയിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞെന്തറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കുന്നതോടെ, മുത്തുനബിയെ നമ്മൾ പഠിക്കുന്നതോടുകൂടെ നമ്മൾ ഒരു പുതിയ ഒരു മനുഷ്യനാവണം. അല്ലേ? നമ്മൾ അയാൾ ആകെ മാറിയല്ലോ എന്ന് പറയാൻ കഴിയണം. അതാ വഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്ന് പറഞ്ഞാല്. അല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ റാലി, വേറെ കയ്യൊട്ടിപ്പാടി ഇതുകൊണ്ടൊന്നും ഇല്ല കാര്യം. നമ്മുടെ ജീവിതത്തിലേക്ക് ജനം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഖുർആൻ എന്താ പറഞ്ഞത്? കാന ഖുലുഖുഹു വഇന്നക ലഅലാ ഖുലുഖിൻ അലീം എന്ന് പറഞ്ഞു. ആയിഷ ബീവിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് നബിന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കാന ഖുലുഖുഹു അൽ ഖുർആൻ. വെച്ചാൽ അങ്ങനെയാവാൻ നമുക്ക് കഴിയില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കണമെന്നറിയോ? സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുകയും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുകയും ചെയ്താൽ തന്നെ നമ്മൾ വിജയിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ തത്വങ്ങളല്ല പറയും, നമ്മൾ പഠിക്കേണ്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ നമ്മളാവാനാണ് കഴിയുക. അല്ലെ? നമുക്കൊരു പ്രകൃതി ഉണ്ടാവും, നമുക്കൊരു സ്വഭാവം ഉണ്ടാവും. ചില ആളുകൾ നിങ്ങൾ നോക്ക്, പെട്ടെന്ന് ചൂടാവും. അങ്ങനെ ചൂടാവുന്ന ആളുകൾ പെട്ടെന്ന് തണുക്കും. നേരെ തിരിച്ചുള്ള ആളുകളുണ്ടാവും. നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവത്തെ മാറ്റാൻ, നശിപ്പിക്കാൻ നമുക്ക് കഴിയോ? ഇല്ല. പക്ഷേ അയാളെ സംസ്കരിക്കാൻ കഴിയും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ശാന്തനാണ്. കർക്കശ സ്വഭാവം എവിടെ വന്നു? സത്യത്തിന്റെ കാര്യത്തിൽ വന്നു. ബാക്കി എല്ലാ നേരത്തും ഒരു തണുപ്പാണ്, ഭയങ്കര ശാന്തനാണ്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനത്തെ ക്രൂര സ്വഭാവമുള്ള ഒരാളായിരുന്നു ഒരു കാലത്ത്. മനുഷ്യനെയാണ് ഇരുന്ന ഇരിപ്പിൽ കൊച്ചു കുട്ടികൾ കരയിക്കുന്നത് പോലെ കരയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നത്. എന്താ അവിടെ വന്നത്? ആ സ്വഭാവത്തെ സംസ്കരിച്ച് അതിന് തർബിയത്ത് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിക്കുന്നത്. ഈ ഭാഗം ഉൾക്കൊള്ളലാണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നോക്കിയേ, നമ്മൾ സാമൂഹ്യ ജീവികളാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമുക്ക് വിലയും നിലയും വേണമെങ്കിൽ സ്വഭാവശുദ്ധി വേണം, നല്ല പെരുമാറ്റം ആവശ്യമാണ്. ഇതില്ലെങ്കിൽ കൃഷിയിലെ കളയെടുത്ത് പറിച്ച് വലിച്ചെറിയുന്നത് പോലെ സമൂഹം വലിച്ചെറിയും. ബാക്കി നിങ്ങൾ ചേർത്തി വായിക്കണ്ട, ഞാൻ പറയുന്നതിന്റെ കൂടെ ചരിത്രത്തിൽ എത്രയോ തെളിവുകളുണ്ട്. ഹിറ്റ്ലർ ആണെങ്കിലും
സ്റ്റാലിൻ ആണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ബുഷ്, പേരൊക്കെ നിങ്ങൾ ഇങ്ങനെ ഓരോന്നെടുക്കി. ചില മനുഷ്യരുടെ പേരുകൾ കേൾക്കുമ്പോ വെറുപ്പോടുകൂടി മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഒരു രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഒരു പത്രക്കാരൻ, മുൻതളിർ എന്ന് പേരുള്ള, മുൻതളിർ എന്ന് പറഞ്ഞാൽ തന്നെ പ്രതീക്ഷ എന്ന അർത്ഥം, ഷൂ ഊരിയിട്ട് വലിച്ചെറിഞ്ഞ് അയാളോടുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ പെരുമാറ്റത്തിനൊരു രീതിശാസ്ത്രം ഉണ്ടാകണം. എന്താ ഖുർആൻ പറയുന്നത് അറിയാമോ? വലാ തസ്തബിൽ ഹസനതു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ. നന്മയും തിന്മയും സമമല്ല. തിന്മയെ നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് നന്മ കൊണ്ടാവണം. അതാണ് ഏറ്റവും വലിയ വിജയം. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാവർക്കും കഴിയൂല. വമാ യുലക്കാഹാ ഇല്ലല്ലദീന സബറു വമാ യുലക്കാഹാ ഇല്ലാ ദു ഹള്ളിൻ അലീം. അങ്ങേ അറ്റത്തെ ക്ഷമ മഹാഭാഗ്യശാലികൾക്കല്ലാതെ അതിന് കഴിയില്ല. ഇത് പറയുന്ന ഒരു സന്ദർഭമുണ്ട് കേട്ടോ. ഈ ആയത്തിറങ്ങണ എവിടെ അറിയോ? മക്കത്ത് മുസ്ലിമീങ്ങൾക്ക് കഠിനമായ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. നോക്ക്, അതിന്റെ ഒരു പ്രതികരണം എങ്ങനെ വന്നെന്നറിയോ? മക്കം ഫതഹിലാണ് പിന്നെ കാണുന്നത്. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിട്ടാൽ ഫലം കൂരിരുട്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് അതല്ല. അത് നോക്കിയേ, ഒന്നും കൂടി അനങ്ങിയിരിക്കണേ. മൂസാ നബി അലൈഹിസ്സലാം ദഅവത്ത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അള്ളാഹ് ആദ്യം പറയുന്ന ഒരു വാക്കെന്തറിയോ? ഫിർഔൻ നന്നാവൂല എന്ന് അള്ളാഹ്ക്ക് അറിയില്ലേ? പക്ഷെ 2 നബിമാരെയാണ് അവരിലേക്ക് നിയോഗിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. നിങ്ങൾ അവർ രണ്ടാളും ചെന്ന് ഫിർഔനിനോട് വളരെ ലീനായ വാക്ക് ഉപയോഗിക്കണം. ഇങ്ങനെയാണ്. ആദർശാണ് ഏറ്റവും മികച്ചത്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? വളരെ വളരെ സ്മൂത്തായ സോഫ്റ്റ്നെസ്സോടുകൂടെ നല്ലൊരു പ്രതീക്ഷ നൽകുന്ന വിധത്തിലായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. ഈ ക്രൂര മൃഗങ്ങളെ മനുഷ്യൻ ഇണക്കിയെടുക്കാറുണ്ട്. എങ്ങനെ? സൗമ്യതയിലൂടെയാണ്. സർക്കസുകാരങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല? വലിയ വലിയ ജന്തുക്കൾ, മൃഗങ്ങളുണ്ട് അവിടെ. ആനണ്ട്, കരടിയുണ്ട്, സിംഹണ്ട്, ചില മീനുകളുണ്ട്, ഡോൾഫിനുകള്. മനുഷ്യന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അങ്ങനെ ചാടിക്കളിക്കും. മനുഷ്യന്റെ മേലേക്ക് വന്നിങ്ങനെ നിൽക്കും. എന്തിന്റെ അവിടെ? എങ്ങനെയാണ് അത് ഇണക്കിയെടുക്കുന്നത്? ആലോചിച്ചോളി. ചില സസ്യങ്ങളുണ്ട്, നമ്മുടെ സാമീപ്യമുണ്ടെങ്കിൽ അത് നന്നായിട്ട് വേഗം വളരും, അത് വേഗം വിളവ് തരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണ്ട, സ്കൂളിന്റെ ഒക്കെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങ് കണ്ടിട്ടുണ്ടോ? അതിന്റെ ചുവട്ടിൽ ആരും വളർത്തി കൊടുത്തിട്ടുണ്ടാവില്ല. അത് വരണ്ട് കിടക്കണായിരിക്കും ആ മണ്ണ്. പക്ഷെ എന്തോ ഒരു തേങ്ങ ആയിരിക്കും അറിയലുണ്ടാവുക. എന്താണ് അങ്ങനെ വരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പഴയ കാലത്തെ കൃഷിക്കാര്, ഇപ്പൊ നമ്മുടെ തലമുറക്ക് അത് അറിയില്ല. പഴയകാല കൃഷിക്കാർ നിങ്ങൾ നോക്കി, രാവിലെയും വൈകുന്നേരവും അവരവരുടെ പാടത്തേക്ക്, ആ കൃഷി സ്ഥലത്തേക്ക് വലിപ്പം ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് എല്ലാ കതിരുകളിലും ഇങ്ങനെ ഒന്നിങ്ങനെ സ്പർശിക്കും. എന്നിട്ട് നടന്നിങ്ങനെ വരും. ഒരു സസ്യത്തിനൊരു മരത്തിന് വെള്ളവും വളവും നൽകാൻ വരുന്ന ആൾക്കാരെ അറിയും, അതിന് വെട്ടാൻ വരുന്നവരെയും അറിയുന്ന ശാസ്ത്രം പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ സൂചന തരുന്നു എന്ന് മാത്രമേ നിങ്ങളെ സമയമുള്ളൂ. സ്നേഹിക്കുക എന്നൊരു വാക്കേ ഭാഷയിലുള്ളൂ. സ്നേഹിപ്പിക്കുക എന്ന് പറഞ്ഞൊരു വാക്കില്ല. ഇങ്ങനെ സ്നേഹിക്കുക എന്ന് പറയുന്ന വാക്കേ ഉള്ളൂ. ഏതില്ല? സ്നേഹിപ്പിക്കുക. അതിന് കഴിയൂലല്ലോ. നമ്മളെന്താ ചെയ്യണ്ട? അങ്ങോട്ട് സ്നേഹം കൊടുക്കണം. ദേഷ്യവും പരുഷതയും ഞാനും നിങ്ങൾ ഇഷ്ടപ്പെടുവോ? എന്നോടയാൾ മോശമായാണ് പെരുമാറിയത്, നമ്മൾ ഇഷ്ടപ്പെടൂലല്ലോ. എന്നോടയാൾ മിണ്ടിയില്ല, അതന്നല്ലേ അയാളും വിചാരിക്കുക നമ്മളെ കുറിച്ച്. ലോകത്തെ ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ ഒരു വാക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരിക. എന്താ അറിയോ? ടെൻഷൻ ഇല്ലാതാക്കാൻ, നമ്മൾ ഫ്രീ ആവാൻ, നമ്മുടെ സ്ഥാനം മഹത്വം വർദ്ധിക്കാൻ നോക്കുക. നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനുള്ള ഒരു കാരണം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? റസൂൽ ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൽയഗ്തിഹി മനിയതുഹു വഹുവ മുഅ്മിനുൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും റസൂലിലും അന്ത്യനാളിലും അവനിക്ക് ഈമാൻ വേണം. എന്നിട്ടോ വേറെ ഒരാള് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നിങ്ങൾ അയാളോട് പെരുമാറുക.
വേറൊരാളെന്നെ കാണുമ്പോൾ എന്നെ മെയിൻ ചെയ്യണം, എന്നെ പരിഗണിക്കണം, എന്നോട് ചിരിക്കണം, എന്നോട് സലാം പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഒറ്റ പണി ചെയ്യുന്നുള്ളൂ, നിങ്ങൾ അയാളോട് അതേമാതിരി അങ്ങോട്ട് പെരുമാറുക, ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന. നിങ്ങളിൽ ഉത്തമൻ സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണ് എന്ന് നബി എന്തിനാ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ ഉത്തമൻ ആരാണ്? സലാം കൊണ്ട് ആരംഭിക്കുന്നവനാണെന്നാണ്. എന്തിനാ? വേറൊരാളെ പരിഗണിച്ചു എന്നല്ലേ? തലാഖത്തുൽ വജ്ഹി സദഖ, മുഖപ്രസന്നത അത് പുണ്യമാണെന്ന് പറഞ്ഞത് എന്തിനാ? പുഞ്ചിരി പുണ്യമാണെന്ന് പഠിപ്പിച്ച ദീനാണ് നമ്മുടേത്. എന്തിനാ അത് പറഞ്ഞു തരുന്നത്? നിങ്ങൾ ഒന്നുകൂടി എന്റെ കൂടെ പറയണം. ഞാൻ അത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ ഫ്രീയാ. വേറൊരാളെ കാണുമ്പോൾ നമ്മളൊന്ന് ചിരിച്ചു, എന്നോടാവുമ്പോൾ മിണ്ടിയില്ല, ഒരു മസിൽ കൊടുത്തു നമുക്ക് വേണ്ട, നമ്മുടെ മസിലൊന്നും അങ്ങോട്ട് വിട്ടുവെക്ക്, നമ്മൾ ആരാവും? നമ്മൾ ആരോഗ്യവാന്മാരാകും. അതുകൊണ്ടാണ് മനഃശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ചിരിക്കാൻ 16 പേശി ചലിച്ചാൽ മതി, ചിരിക്കാതിരിക്കാൻ 63 പേശി ചലിക്കണമെന്നാണ്. എന്നുവെച്ചാൽ ഞാൻ അവനെ കാണുമ്പോൾ മെയിൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ബലം പിടിക്കണം അറിയാം. അയാൾ വരുമ്പോഴേക്ക് അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം, വേറെ എന്തൊക്കെ ചെയ്യണം, ഒരു പ്രശ്നമല്ല. ഒന്ന് ചിരിക്കുന്നതോടുകൂടെ നമ്മൾ ഫ്രീ ആയില്ലേ? മറ്റൊരാളോട് നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചതാണ്, അഡ്രിനാലിൻ എന്നൊരു മഞ്ഞ ദ്രാവകല്ലേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇത് കുത്തിയെടുത്തിട്ട് ഒരു എലിയിൽ വെച്ച് നോക്കി, ഇഞ്ചക്ട് ചെയ്തു, 10 മിനിറ്റ് കൊണ്ട് അത് പെടഞ്ഞ് ചത്തുന്നാണ്. എന്ന് വെച്ചാൽ വേറൊരാളോട് വെറുപ്പുണ്ടാകുമ്പോ ഒരു എലിയെ കൊല്ലാൻ മാത്രമുള്ള മാരക വിഷം നമ്മുടെ അകത്തുണ്ടാവും, നമ്മൾ രോഗികളാകുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ പേഴ്സണാലിറ്റി എന്താ പറയുക? ഇതിനെന്നെ പേഴ്സണാലിറ്റി എന്ന് പറയാം. ആരോടും ഒരു വെറുപ്പില്ല. കഥ പറഞ്ഞുതരാൻ നേരമില്ല. മൂസ അലൈഹിസ്സലാം നബിയായി നിയോഗിക്കപ്പെടുക, ആദ്യമായിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്താ? ഒന്ന് ഓർത്തെടുത്ത് നോക്കി. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എന്റെ മനസ്സിന് നീ വിശാലത തരണേ എന്നാണ്. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. എന്താണ് അങ്ങനെ പറയണത്? ഞാൻ ഈ ആദർശവുമായി ഫറവോന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോ ഫിർഔനിന് ഇത് സ്വീകരിക്കാനുള്ള ഹൃദയ വിശാലത കൊടുക്കണേന്നല്ല പ്രാർത്ഥിച്ചത്. പിന്നെന്താ പ്രാർത്ഥിച്ച്? എന്റെ മനസ്സിന് വിശാലത തരണേന്നാണ്. അതിന്റെ അർത്ഥം അവിടുന്ന് ഇങ്ങോട്ട് ഷർറോ എന്തെങ്കിലുമൊക്കെ ഫിത്തന ഉണ്ടാവും, എന്തും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സിന് വിശാലത തരണേന്നാണ്. മറ്റൊരാളെ നന്നാക്കണേന്നല്ല, എന്നെ നീ ശരിയാക്കണേന്നാണ്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻകല ലഹ്റക. അല്ലേ? അതല്ലേ കാരുണ്യത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്? നിന്റെ മുതുകല്ല് നട്ടല് ഒടിച്ചുക കളയുമാറുള്ള പ്രയാസങ്ങൾ എല്ലാം ഉൾക്കൊള്ളാൻ ഹൃദയത്തിന് വിശാലത തന്നില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് ഖുർആൻ ചോദിക്കുന്ന, അള്ളാഹു ചോദിക്കുന്നത്. അതാണ് കാരുണ്യത്തിന്റെ തുടക്കം. ഞാനും നിങ്ങളും തേടണം സഹോദരങ്ങളെ. എന്റെ മനസ്സിന് റബ്ബേ ലോലമാക്കണം, എന്റെ പെരുമാറ്റം അതാ നീ നന്നാക്കി തരണം. നമ്മളൊക്കെ കാരുണ്യം കാണിക്കാറുണ്ട്. ആരോട്? പാവങ്ങളോട് കാണിക്കും, അശരണരോട് കാണിക്കും, ജീവികളോട് കാണിക്കും. അള്ളാഹുവിന്റെ റസൂൽ സ്നേഹം കാണിച്ചത് ആരോടാണെന്നറിയാമോ? ഇതിനോടൊക്കെ ഇതിനേക്കാളപ്പുറം ശത്രുക്കളോടാണ്. റസൂൽ സ്നേഹിച്ചത് ശത്രുക്കളെയാണ്. മക്ക തിരിച്ചു പിടിക്കുക. ഒറ്റ വാക്കിൽ ഞാൻ പറയാ, ചരിത്രം നിങ്ങൾ ഓർത്തെടുക്കുക. 13 കൊല്ലക്കാലം മക്കത്ത് പ്രബോധനം നടത്തിയ അള്ളാഹുവിന്റെ റസൂലും കൂട്ടരും ക്രൂരമായ പീഡനത്തിനിരയാവുക. അന്ന് മക്കക്കാര് പറഞ്ഞെന്നറിയോ? മക്ക ഫതഹിന്റെ അന്ന്, മക്ക വിജയത്തിന്റെ അന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചക്കരളുള്ള മനുഷ്യനാണെങ്കിൽ, അബ്ദുള്ളയുടെ മകനാണെങ്കിൽ പ്രതികാരം ചെയ്തിരിക്കും. കാരണം അത്രമാത്രം ഉപദ്രവം, പീഡനം നമ്മൾ അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. നമ്മൾ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. മുഹമ്മദിന്റെ മേൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല ചാർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തലക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞിട്ടുണ്ട്. അല്ലെ? അവിടുത്തെ അനുയായികളെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തി വലിച്ചടച്ചിട്ടുണ്ട്. കുന്തം കൊണ്ട് കുത്തിയിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട്.
മദീനയിൽ ചെന്നിട്ടും നമ്മൾ സ്വസ്ഥത കൊടുത്തിട്ടില്ല, സമാധാനം കൊടുത്തിട്ടില്ല. ഈ റസൂലാണ് മക്ക തിരിച്ചു പിടിക്കുന്നത്. ഇന്ന് പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറഞ്ഞപ്പോ മക്കക്കാരെ മാത്രമല്ല, ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യാ അഹ്ല മക്ക ഇദ്ഹബു അൻതും മുത്തലക ലാ തസ്രീബ അലൈക്കുമുൽ യൗം. ഇന്ന് പ്രതികാരമില്ലാട്ടോന്നാ, ഇന്ന് പ്രതികാരമില്ല. ചില ചരിത്രങ്ങൾ അര സെക്കൻഡ് കൊണ്ട് വായിച്ചെടുക്കണേ നമ്മള്. ഇങ്ങനെ റസൂലുള്ള നിൽക്കുന്ന നേരത്ത് രണ്ട് സ്ത്രീകൾ മുഖം മൂടി ധരിച്ചുകൊണ്ട് റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. അടുത്ത് വന്ന് ഒരു സ്ത്രീ ആ മുഖം മൂടി മാറ്റുകയാണ്. സലാം പറഞ്ഞു റസൂലിനോട്. അള്ളാഹുവിന്റെ റസൂല് ആ പെണ്ണിനെ കണ്ടപ്പോ റസൂല് തന്നെ വിറച്ചു പോവുക. ആരാന്നറിയാമോ? ഇസ്ലാമിന്റെ എല്ലാമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ട് വഹ്ശിയെ കൊണ്ട് കൊല്ലിച്ച് അവസാനം ചേതനയേറ്റ് കിടക്കുന്ന ആ ഭൗതിക ശരീരത്തിന്റെ മാറ് കുത്തി പിളർത്തിയിട്ട് കരള് കടിച്ചു തുപ്പിയ ഒരു ഭീകരിയായിട്ടുള്ള ഒരു പെണ്ണ വന്ന് നിൽക്കുന്നത് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദാണ്. റസൂലേ, എനിക്ക് മാപ്പില്ലേന്നാണ്, എനിക്ക് മാപ്പില്ലേന്നാ അള്ളാഹുവിന്റെ റസൂല് മാപ്പ് കൊടുക്കുക. കഥ നീട്ടി പറയണില്ല. കൂടെ മറ്റൊരുത്തി കൂടിയുണ്ട്. സാക്ഷാൽ അബൂജഹലിന്റെ മകൻ ഇക്രിമയുടെ ഭാര്യ, അബൂജഹലിന്റെ മരുമകളാണ് അവര് മുഖം മൂടി മാറ്റിയിട്ട് ചോദിച്ചു, നിന്റെ കാക്കാക്ക് പുറത്തു കൊടുക്കൂലേ, മാപ്പ് കൊടുക്കൂലേ എന്ന് ചോദിച്ചു. അവർക്ക് മാപ്പുണ്ട് എന്ന് പറഞ്ഞു. തിരിച്ചു വരാൻ പറയാ. അപ്പൊ ഈ മരുമകൾ പറയുന്ന വാക്കെന്തറിയാമോ? അങ്ങനെ വിളിച്ചാൽ അവർ വരില്ല. ഇക്രിമ ആകെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ വിളിച്ചാൽ വരില്ല, വിശ്വസിക്കില്ല, വല്ല അടയാളവും തരണേന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലപ്പാവ് എടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ റസൂലിന്റെ അടുക്കൽ നിന്നാണ് വരുന്നത് എന്ന് അറിയിച്ചോളൂ, തിരിച്ചു വിളിക്കുന്ന. ആ ഇക്രിമയുടെ പിന്നീടുള്ള ജീവിതം അതിമനോഹരമാണ് സഹോദരങ്ങളെ, അതിമനോഹരമാണ്. കഥ നീട്ടിപ്പറയല്ല. ഞാൻ പറഞ്ഞത് ഈ വാക്കേറ്റ് പിടിച്ചുകൊണ്ട് റസൂലിന്റെ ആ തട്ടം ഇങ്ങനെ തലപ്പാവ് ഉയർത്തിപ്പിടിച്ച് മക്കത്തോടെ സന്തോഷത്തോടു കൂടി ഓടുന്ന ഒരു പെണ്ണിനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മക്കം ഫത്ഹിന്റെ സമയത്ത് ആളുകൾ തിങ്ങി നിൽക്കുന്ന നേരത്തുണ്ട് ഫുലാല എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ. അയാളെ കയ്യിൽ വാളുണ്ട്. അയാളിങ്ങനെ ക്രൂര മുഖത്തോടു കൂടി നിൽക്കാൻ, നബിനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങ് അകലെയാ നിൽക്കുന്നത്. ഈ വാളുകൊണ്ട് വെട്ടാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തെങ്കിലും ചെയ്യണം. അതാണ് ഫുലാലന്റെ ആഗ്രഹം. ആളുകളെ വകഞ്ഞു മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തിയിട്ട് ഇങ്ങനെ ദൂരത്തേക്ക് നോക്കി നിൽക്കുക. നബി സന്തോഷത്തോടു കൂടി വിളിച്ചു, ഫുലാല, എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല നബി, ഞാൻ അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ദിക്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. നബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹ് നിനക്ക് പുറത്തു തരട്ടെ ഫളല. ചേർത്തി പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ കൽബിൽ എന്തൊക്കെയോ ചിന്തകളുണ്ടല്ലോ, അള്ളാഹു നിനക്ക് ആശ്വാസവും സമാധാനവും തരട്ടെ എന്ന് പറഞ്ഞു. അയാൾ പറയണ വാക്കെന്തറിയാമോ? ഈ നിമിഷം വരെ റസൂലിനെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ആൾ എനിക്ക് ഇയാളായിരുന്നു. ആ കൈ എന്റെ നെഞ്ചത്ത് നിന്ന് എടുക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന ഷഹാദത്ത് കലിമ അവിടെ തിരിച്ചു ചെല്ലുക. എന്തൊരു പെരുമാറ്റം അറിയോ സഹോദരങ്ങൾ? അങ്ങനത്തെ ഒന്നല്ലട്ടാ, നൂറുകണക്കിന് കഥകളാണ് നമുക്ക് പറയാൻ കഴിയുക. നബി മദീനത്താവുമ്പോഴേ പ്രാന്തപ്രദേശത്ത് നിന്ന് ഒരാളെ ഇടക്കിടക്ക് നബിനെ ഇങ്ങനെ കാണാൻ വരും. അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നു. റസൂൽ ഇല്ല ഇവിടെ എന്ന് ചോദിച്ചു. ഇന്ന് റസൂൽ ഇല്ല, അങ്ങാടി പോയതാന്ന് പറഞ്ഞു ആയിഷ ബീവി. ഇയാൾ നേരെ നബിനെ തെരഞ്ഞിട്ട് അങ്ങാടിക്ക് വന്നു. അപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ എത്തിയിരിക്കണേ. നബിനോട് ആയിഷ ബീവി പറഞ്ഞു, തങ്ങളെ ഇന്നൊരാൾ തെരഞ്ഞു വന്നിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറാതെ നേരെ അങ്ങാടിക്ക് വന്നു. അപ്പൊ ഇയാൾ ഇങ്ങനെ നടക്കുക. അയാളെ പിന്നാലെ വന്നിട്ട് ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കുക റസൂൽ. എങ്ങനെയാണ്? പിന്നിലൂടെ ഇയാളെ ഇങ്ങോട്ട് അമർത്തി പിടിച്ചു. അല്ല, ഇയാളിങ്ങനെ കുതിരാൻ വേണ്ടി ശ്രമിച്ചു. വല്ലാത്തൊരു കഥയാണ്. കുതിരാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ട് പിന്നിക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ റസൂലിന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ചാരി കിടന്നിട്ട് അയാൾ പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പിടുത്തം വിടാതിരുന്നെങ്കിൽ എന്നാണ്. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് ഇങ്ങനെ സങ്കല്പിച്ചു നോക്കി. നമ്മളൊക്കെ സ്വഭാവം കണ്ടിട്ട്, പെരുമാറ്റവും ചിരിയൊക്കെ കണ്ടിട്ട് ഇസ്ലാമൊക്കെ ഒരു മനുഷ്യൻ വരണ്ടേ? അല്ലേ? ജാബിർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു.
നബിന്റെ ഏറ്റവും ഉറ്റ ഹബീബ. നബി ഇത് അറിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ കണ്ടപ്പോ എന്താ വളരെ മൊഞ്ചുണ്ടല്ലോ എന്ന് പറഞ്ഞു. നബിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു തള്ള ഒട്ടകം, അങ്ങനെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി, വയസ്സായ ഒരു പെണ്ണൊട്ടകം ഉള്ള ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ജാബിറെ, ഈ ഒട്ടകത്തിനെ വിൽക്കണോന്ന് ചോദിച്ചു. നബി, നിങ്ങൾക്ക് എന്തിനാണ് ഈ പ്രായം ചെന്ന പെണ്ണൊട്ടകം എന്ന് ചോദിച്ചു. ഞാൻ നിന്നോട് ചോദിച്ചത് ഇത് വിൽക്കുന്നോന്നാണ് ചോദിച്ചത്. എന്താ നിങ്ങൾ തരിക? ഞാൻ 1 ദിർഹം തരാം. നിങ്ങൾ എന്നെ കളിയാക്കാണോ? ഞാൻ ചുരുക്കിയാ പറയണം, നിങ്ങൾ എന്നെ കളിയാക്കാണോ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങനെ പറഞ്ഞു 40 ദിർഹമിന് കച്ചവടം ഉറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞെന്തറിയോ, മദീനത്ത് ആ പള്ളിയുടെ മുമ്പിൽ അതിനെ കെട്ടിക്കോ, ഞാൻ പൈസന്റെ അടുത്തില്ല, ഞാനത് കൊടുത്തയക്കാന്ന് പറഞ്ഞു. അങ്ങനെ മഹരിബിന്റെ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാലെ, നീ ഒരു കാര്യം ചെയ്യ, ആ ഒട്ടകത്തെയും ഈ 40 ദിർഹമും ജാബിറിന് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. കാരണം എന്താ അറിയോ, നബിക്കൊട്ടകം വേണ്ട, പക്ഷെ എന്തേലും അയാൾക്ക് ക്യാഷ് ആവശ്യമുണ്ട്, അത് കൊടുക്കാനൊരു കാരണം ഉണ്ടാക്കണ്ടേ. എവിടെ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വായിച്ചത്? എവിടെ നിന്ന് വായിച്ചു ചോദിച്ചാൽ, കണ്ണിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന്, വാക്കുകളുടെ വരികൾക്കിടയിൽ നിന്ന് സങ്കടങ്ങളെ വായിക്കാൻ കഴിയുന്നത്ര മനുഷ്യരുടെ കൂടെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അങ്ങനെ എന്തോ ഒരു കഥകളാണ് ദീനിലുള്ളത്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഈ റസൂലിന്റെ ജീവിതത്തെ നമുക്കിങ്ങനെ ഒപ്പിയെടുക്കാൻ കഴിയണം. ഒറ്റ സംഭവം കൂടി പറഞ്ഞുതരാം. കഅബാലയത്തിന്റെ താക്കോൽ കൂട്ടം റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ഒന്ന് കയ്യിൽ വെക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ഒരാളാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. അയാളെടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എനിക്കിതൊന്ന് തൊടാൻ തരുമോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞെന്തറിയോ, മുഹമ്മദേ, നിന്നെ പോലുള്ള ആളുകൾക്കൊന്നും ഇത് തൊടാനുള്ള അർഹതല്ല കേട്ടോ എന്ന് പറഞ്ഞു. അതിനുള്ള അവകാശമല്ല, അതൊക്കെ ഞങ്ങൾക്കാണെന്ന് പറഞ്ഞു. റസൂല് പറഞ്ഞു, എന്റെ കയ്യിലും വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ മക്ക ഫതഹിന്റെ സമയത്ത് താക്കോൽ കൂട്ടം റസൂലിന്റെ കയ്യിൽ കിട്ടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആരെ ഏൽപ്പിക്കുമെന്നിങ്ങനെ നോക്കുകയാണ് ആളുകൾക്കിടയിലൂടെ. സഹാബികൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്റെ കയ്യിൽ അത് തരണോ, ഇന്റെ കയ്യിൽ കിട്ടണോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന വേളയിൽ എവിടെയാണ് ഉസ്മാൻ എന്ന് വിളിച്ചു റസൂല്. ഇവിടെയാണ് ഈ പറഞ്ഞ ഉസ്മാന്. ആ ഉസ്മാനോട് വരാൻ പറഞ്ഞു. എന്തുകൊണ്ട്? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്മാനെ, ഇത് നിന്റെ കയ്യിലാണ്, ഇതാ നിങ്ങളുടെ കയ്യിൽ തന്നെ അത് ഇരിക്കട്ടെ, നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മധുര പ്രതികാരം എന്ന നിലയിൽ ആ ഉസ്മാനിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ് ഇന്നും കഅബാലയത്തിന്റെ താക്കോലുള്ളത് എന്നാ അള്ളാഹുവിന്റെ റസൂൽ ഏൽപ്പിച്ചു കൊടുക്കാണ്. അങ്ങനെയാണ് റസൂലിന്റെ പ്രതികാരം. ഞാനുങ്ങളൊക്കെ എവിടെയാ? നമ്മളെ കണ്ടിട്ടൊരു മനുഷ്യൻ ഇത് ഇസ്ലാം ഉഷാറാണെന്ന് പറയണ്ട സഹോദരങ്ങളെ. അതില്ലാതെ വേറൊന്നായിട്ടും കാര്യമല്ല. ഞാൻ പറഞ്ഞത് ആകർഷണീയമാവേണ്ടത് സ്വഭാവമാകണം. അള്ളാഹുവോട് നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതത്തിലൂടെ നമ്മൾ മറക്കരുത്. ആ പാത പിന്തുടരലാണ് നമ്മുടെ വിജയത്തിന്റെ മാർഗം. ആ മാർഗം വിജയിക്കണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ സ്വഭാവങ്ങൾ നമ്മൾ സ്വീകരിക്കണം. മാലിക് ബിൻ ദീനാറും കൂട്ടരും നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഭാഷ പോലും അറിയാത്തവരെ ഈ പ്രദേശവാസികൾ സ്വീകരിച്ചത് എങ്ങനെയാ? പെരുമാറ്റം കണ്ടിട്ടാണ്. നമ്മളെ ഖുർആൻ പിന്നെ ഉപമിക്കുന്നത് എന്തിനോടാന്നറിയാം? മരത്തിനോടാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കശജറത്തിൻ തൊയ്യിബാമ. എന്തിനാ ഈ മരത്തിനോട് ഉപമിക്കുന്നത്? 1,900 വസ്തുക്കളിൽ അതിനേക്കാൾ മൂല്യമുള്ളത് ലോകത്ത്. ഒരു വിശ്വാസി എന്തിനാ മരത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ട്. 100 കണക്കിന് തെങ്ങുകൾക്കിടയിൽ നിൽക്കുന്നൊരു മാവ്, മാങ്ങ തരുന്ന മരം. ഇവരെല്ലാരും കൊടുക്കുന്നത് തേങ്ങയാണ്. ഞാൻ മാത്രമായിട്ട് എന്തിനാ തേങ്ങ കൊടുക്കണം? ഞാൻ മാങ്ങ കൊടുക്കണത്, ഞാനും തേങ്ങ കൊടുക്കട്ടെ എന്ന് ആരും വിചാരിക്കൂല. മാവ് വിചാരിക്കോ?
ഇല്ലല്ലോ. മാവിന്റെ ധർമ്മാണ് നടത്തുക. നമ്മളെ മരത്തിനോട് ഉപമിച്ച എന്തറിയോ, നിങ്ങൾ ജീവിക്കുന്നത് ഏത് സാഹചര്യങ്ങളാവട്ടെ ചെറുവായി, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അത് വായിച്ചെടുക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കണം. ആ സാധ്യതയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അതിന് കഴിയണം. നമ്മൾ എങ്ങനത്തെ സാഹചര്യത്തിൽ ഏത് ജോലിയോ എന്ത് തരാവട്ടെ, പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വിനയം, നമ്മുടെ താഴ്മ, അത് ഉൾക്കൊള്ളുന്നത് ഇവിടെ നിന്നാണ്? അത് അള്ളാഹുവിന്റെ ദീനിൽ നിന്നാണ്, റസൂലിന്റെ ചര്യയിൽ നിന്നാണ്. അങ്ങനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അതിന് നമ്മൾ അള്ളാഹുവോട് എപ്പോഴും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ഇതിന് പ്രത്യേകിച്ച് വേറെ വാക്കുകളുണ്ട് കേട്ടോ, തിരിച്ചു മറിച്ചൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി, റബ്ബേ ഈ രൂപം നീ മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഫഅഹ്സിൻ ഖുലുഖി, ഇതിനേക്കാളും എന്റെ സ്വഭാവത്തെ നീ മനോഹരമാക്കണമേ. ഒന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുമ്മ അഹ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് ഏതാണ്? സ്വഭാവമായിരിക്കും, സൽസ്വഭാവമായിരിക്കുന്ന. അതാണ് വളർന്നു വരേണ്ടത്. വളർത്താൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹുവിന്റെ തൗഫീക്ക് കിട്ടും, തീർച്ചയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ശ്രമം ഉണ്ടാവണം. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഈ ഞായറാഴ്ച 7 മണിക്ക് തൊട്ടടുത്ത പബ്ലിക് സ്കൂളിൽ ഒരു പാരന്റിംഗ്, രക്ഷിതാക്കൾക്കുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, യോഗം നടക്കുന്നുണ്ട്. അക്ബർ സാഹിബ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ രക്ഷിതാക്കളും പങ്കെടുക്കാൻ ശ്രമിക്കണം. സഹോദരങ്ങളെ, ഞാൻ പലതും പറയാറില്ല. നമ്മുടെ ഈ പള്ളി ഫണ്ട് ഉണ്ടല്ലോ, നിങ്ങൾ തരുന്ന ആ ബക്കറ്റിലിടുന്ന കാശ് കൊണ്ടാണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ നിത്യ ചെലവുകളൊക്കെ നടന്നു പോകുന്നത്. അല്ലാതെ ഇതിന് വരുമാനമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ആ ബക്കറ്റ് പിടിച്ച് നമ്മുടെ സഹപ്രവർത്തകർ നിൽക്കുമ്പോൾ നമ്മുടേതായ ധർമ്മം നമ്മൾ നിർവഹിക്കാൻ മറക്കരുത്. ഹജ്ജിന് അപേക്ഷ കൊടുക്കാനുള്ള, ഈ ഗവൺമെന്റ് തലത്തിൽ കൊടുക്കാനുള്ള അവസാന സമയം സെപ്റ്റംബർ 23 തിങ്കളാഴ്ച വരെയാണ്. ആർക്കെങ്കിലും ഒരാഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതിനുള്ള ബാധ്യത നിർവഹിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ നല്ല നല്ല മനുഷ്യരുണ്ട്. ചില ആളുകളുടെയൊക്കെ വേർപാട് ആലോചിക്കുമ്പോൾ അതീവ സങ്കടം തോന്നും. അവരൊക്കെ അള്ളാഹുവിന്റെ അടുക്കലേക്കാണ് നീങ്ങിയത്. ആ ആളുകൾക്കെല്ലാം നല്ലവരായ എല്ലാവർക്കും അള്ളാഹു മഅഫിറത്തും മർഹമത്തും സമാധാനമുള്ള ജീവിതം കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ ഉമ്മത്തിനെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് അള്ളാഹു നമുക്ക് കുളിർമയുള്ള ജീവിതം 2 ലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും സൽസ്വഭാവികളായി, സമാധാനത്തിന്റെ ഉടമകളായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.